എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അല്ല, എന്തൊക്കെ ഇനി നമ്മൾ കാണണം, ഇനി എന്തൊക്കെ നമ്മൾ കേൾക്കണം? എന്തായാലും നമ്മുടെ സ്വയം സേവ സംഘകരുടെ നല്ല പൊളപ്പം വാർത്തകളൊക്കെയാണ് ഓരോ ദിവസവും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സുഗതൻ, വിലാളി വീരൻ, കുണ്ടല പ്രഭു തിരുവനന്തപുരത്ത് ഒരു കൗൺസിലറാണ്, കാപ്പ പ്രതിയാണ്, ഇവൻ കൊലക്കേസിൽ പ്രതിയാണ്, പീഡനക്കേസിൽ പ്രതിയാണ്. അങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഒരു പരമചെറ്റനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ രംഗത്തേക്ക് വരുമ്പോഴേ അല്പം ഒരു ഉളുപ്പോ മാനോ ഉണ്ടോടാ നിനക്കൊക്കെ. കേരള പോലീസ് ഈ വീരനെ പിടിക്കാൻ വേണ്ടി ആകാശത്തേക്ക് വെടിവെച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് വളരെ സാഹസികമായിട്ടാണ് സുഗതൻ എന്ന് പറയുന്ന ഈ വിലാളി വീരനെ പോലീസ് പൊക്കി ഇപ്പം വിയൂർ സെൻട്രൽ ജയിലിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും കൂടെ നമ്മുടെ തൃശ്ശൂരിൽ നിന്നും വരുന്നുണ്ട് കേട്ടോ. ശ്രീകുമാർ എന്ന് പറയുന്ന അവിടുത്തെ BJPയുടെ വലിയൊരു കൊണാണ്ടറാണ്. സ്വന്തം ഭാര്യയെ മുടിക്കുത്തിന് പിടിച്ചിട്ട് നിലത്തടിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. ഭാര്യ തന്നെയാണ് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് പീഡന വീരന്മാരൊക്കെ പീഡിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ജയിലിൽ പോയി അവിടുന്ന് പെട്ടെന്ന് അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഈ പൂമാലയൊക്കെ ഇട്ട് തിരിച്ചു വന്നതിന് ശേഷം ഈ MLA ആകുന്ന കാഴ്ചകളാണ് നമ്മൾ വടക്കേ ഇന്ത്യയിൽ കാണാറ്. കേരളത്തിൽ 3 സീറ്റ് കിട്ടിയപ്പം ഇതുപോലുള്ള ആവാസന്മാരെയും പെണ്ണുപിടിയന്മാരെയും കൊലക്കേസ് പ്രതികളായിട്ടുള്ള ഈ നാറികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഈ BJP രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അല്പമെങ്കിലും മാനവും അഭിമാനവും ഉളുപ്പും ഉണ്ടോടാ നിനക്കൊക്കെ. ഈ BJP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിനെ വോട്ട് ചെയ്തിട്ടുള്ള സ്ത്രീ സമൂഹം നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. എന്തായാലും ഈ 2 വീരന്മാരെ കുറിച്ചിട്ടുള്ള വാർത്തകളൊന്നും നമ്മുടെ മലനമ്പ്യാരോ മറ്റുള്ളവരൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ എൻ്റെ ഈ കമന്റ് ബോക്സ് വന്നിട്ട് കമന്റ് ഇട്ട് മെഴുകുന്ന സംഖ്യവാണങ്ങളെ ഓർത്ത് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. കഷ്ടമാണ് അവരുടെ കാര്യം. കാരണം എന്ത് ചെയ്യാൻ പറ്റുമെന്നേ. ഇതുപോലുള്ള വാർത്തകളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതെന്തായാലും പറയാതിരിക്കത്തില്ല. ഇനി ഈ പറയപ്പെടുന്ന ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന വല്ല മുസ്ലിം ലീഗുകാരനോ അല്ലെങ്കിൽ വല്ല കോൺഗ്രസ്സുകാരനോ അത് വല്ല കമ്മ്യൂണിസ്റ്റുകാരനോ ഇനി മുസ്ലിം നാമധാരികളായിട്ടുള്ള ആരെങ്കിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് കേരളം നിന്ന് കത്തുമെന്ന് മാത്രമല്ല നമ്മുടെ മലനമ്പ്യാരൊക്കെ ചാനലിൽ കിടന്നങ്ങോട്ട് മെഴുകി അങ്ങോട്ട് മറിഞ്ഞേനായിരുന്നു. എന്തായാലും ഇപ്പൊ അതിനുള്ളൊരു ഹോപ്പൊന്നുമില്ല. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ഇതുപോലുള്ള ചെറ്റകളെ, ഇതുപോലുള്ള സമൂഹ വിരുദ്ധന്മാരെ, ഇതുപോലുള്ള കുറ്റവാളികളെ എത്ര ഉന്നതനാണെങ്കിലും അവനെയൊക്കെ തൂക്കണം. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ സ്വാഗതം ചെയ്യാണ്, ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കൂടെ ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ മദ്യവും മയക്കുമരുന്നൊക്കെ അടിച്ച് സ്വന്തം അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാതെ എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണേലും നമുക്കിന്ന് ആ പ്രധാനപ്പെട്ട 2 വാർത്തകളിലേക്കൊന്ന് പോയാലും ആദ്യം നമ്മുടെ തൃശ്ശൂരിലെ ആ ഒരു സംഭവം അറിഞ്ഞിട്ട് ഈ സുഗതൻ ആരാണ് എന്നുകൂടെ നമുക്കൊന്ന് അറിയണ്ടേ. വീട്ടിൽ വൈകി എത്തിയതിന് ഭർത്താവായ BJP നേതാവിന്റെ മർദ്ദനമേറ്റ യുവതി നിയമ നടപടിയുമായി മുന്നോട്ട്. BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ പലതവണ മർദ്ദിച്ചെന്നാണ് പ്രിയങ്ക ആരോപിക്കുന്നത്. സ്ത്രീകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതാണ് പ്രകോപനം സൃഷ്ടിച്ചതെന്നും പ്രിയങ്ക ആരോപിച്ചു. രാത്രി 7:30 ഞാൻ എൻ്റെ ഈ വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകണ്ടായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ആലയിലുള്ള വീട്ടിലേക്ക് പോകണ്ടായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നേരം വൈകിയെന്ന് ഞാൻ വരാൻ നേരം വൈകിയെന്നുള്ള തുടർന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി. അത് തുടർന്ന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചോദിക്കല്ല, പെട്ടെന്നൊരു ആക്രമണമാണ് ഉണ്ടായത്. അപ്പം എന്നെ ഉപദ്രവിക്കണ്ടായിരുന്നു. മുഖത്തടിച്ചു, മുടി പിടിച്ച് വലിച്ച് മർദ്ദിച്ച്, ഭിത്തിയിലടിക്കാൻ ശ്രമിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ പാർട്ടിയിലുള്ള പ്രവർത്തകനുണ്ടായിരുന്നു. ഡോക്ടറും ഒരു ഒരു മാനസിക പരിഗണന ഇല്ലാത്ത വിധത്തിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. പാർട്ടിപരമായിട്ട് എനിക്കിത് എടുക്കണമെന്ന് തീരെ താല്പര്യമില്ല. പാർട്ടി പ്രവർത്തകരാണ് ഇന്നലെ മുതൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇങ്ങനെ നമ്മളെ ഹരാസ് ചെയ്യുന്നത്. നമ്മളിത് കള്ളക്കള്ളയാണെന്നുള്ളൊരു നിലയ്ക്കൊക്കെ പ്രവർത്തകരുടെ കൂടെ നിൽക്കുന്ന ആൾ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഈ പാർട്ടി പ്രവർത്തകർ എന്തർത്ഥത്തിലാണ് നമ്മളിത് അവർ നമ്മളെ വീട്ടിലുണ്ടായിട്ടില്ല ആ സമയത്ത് ഈ പോസ്റ്റർ ഇടുന്നത്? നമ്മൾ ഇത് ചെയ്തിട്ടില്ല, ആളത് ചെയ്തിട്ടില്ല എന്ന് അവർക്ക് എന്താണ് ഉറപ്പ്? ശ്രീകുമാറിന്റെ ഭാര്യ പ്രിയങ്ക, അതായത് BJPയുടെ സൗത്ത് പ്രസിഡന്റോ അങ്ങനെ എന്താണ്ടാണ്, ലവൻ ചെയ്ത തെമ്മാടിത്തരത്തിന് നമ്മുടെ സംഘിക്കുട്ടന്മാര് നമ്മുടെ ഈ പാവം പിടിച്ച സഹോദരിയാണ് ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾ ഓരോ സഹോദരികളും മനസ്സിലാക്കുക. സ്ത്രീകൾക്കോ മനുഷ്യർക്കോ വില കൽപ്പിക്കാത്ത, ബുദ്ധിസ്ഥിരതയില്ലാത്ത വെറും മരവാണങ്ങളാണ് സംഖ്യകൾ എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊക്കെ നല്ലത്. ഇനി നമുക്ക് ഈ സുഗതൻ ആരാണ് എന്നറിയട്ടെ. കേട്ടോ.
BJPക്ക് കേരളത്തിൽ ഒരു അവസരം കൊടുക്കണമെന്ന് പറയുന്നവരോടാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു വാർത്ത ശ്രദ്ധിച്ചിരുന്നു. BJP വന്നാൽ കേരളം എങ്ങനെയാകുമെന്നതിന് ഇതിലും മികച്ചൊരു മാതൃക വേറെ ഇല്ല കേട്ടോ. ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ടി വരുന്ന അവസ്ഥ. അതേ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലറും BJP നേതാവുമായ ആർ സുഗതനെ ഒടുവിൽ പോലീസ് സാഹസികമായി പിടിച്ചിരിക്കുന്നു. ആരാണ് ഈ സുഗതൻ എന്നതല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്? ജനങ്ങളെ സേവിക്കാൻ BJP ജയിപ്പിച്ചു വിട്ട ഒരു ജനപ്രതിനിധി മാത്രമല്ല കേട്ടോ അയാൾ. പോലീസ് രേഖകൾ പറയുന്നത് സുഗതൻ ഒരു ഒന്നൊന്നര ക്രിമിനൽ ആണെന്നു തന്നെയാണ്. 2012 മുതൽ പോലീസിന്റെ റൌഡി ലിസ്റ്റിലുള്ളയാൾ. കഴിഞ്ഞ 8 വർഷത്തിനിടെ വധശ്രമം ഉൾപ്പെടെ 7ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾ. ഒരു തവണയും 2 തവണയും അല്ല കേട്ടോ, 3 തവണയാണ് ഈ BJP കൗൺസിലർക്കെതിരെ കാപ്പ ചുമത്തി ജില്ലാ കളക്ടർ കരുതൽ തടങ്കലിന് ഉത്തരവിട്ടിരിക്കുന്നത്. 2019 കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്, 2023 വീട് കയറി ആക്രമിച്ച കേസ്, 2025 വരുമ്പോൾ ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കേസ്, 2026 അത് ശിശുമന്ദിരത്തിലെ ജീവനക്കാരെ തടഞ്ഞ കേസ്. അങ്ങനെ നീളുന്നു സുഗതന്റെ ക്രിമിനൽ ചരിത്രവും. ഇത്രയും കുപ്രസിദ്ധനായ ഒരു ഗുണ്ടയാണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP ജനങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത്. സുഗതൻ ജയിച്ചതോടെ വാഴോട്ടുകോണം പ്രദേശം RSS ഗുണ്ടാ സംഘങ്ങളുടെ കേന്ദ്രമായി മാറിയെന്നു തന്നെയാണ് നാട്ടുകാരും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ മാർച്ച് 22 വള്ളക്കടവ് ക്ഷേത്രത്തിന് സമീപത്തുണ്ടായ വധശ്രമ കേസിലാണ് സുഗതൻ ഒളിവിൽ പോയത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തള്ളിയതോടെ പോലീസിന് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. ഒടുവിൽ 1 മാസത്തിലേറെ ഒളിവിലായിരുന്ന സുഗതൻ ചൊവ്വാഴ്ച രാത്രി വീട്ടിലെത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് വീട് വളഞ്ഞു. പക്ഷേ നിയമം നടപ്പാക്കാൻ വന്ന പോലീസുകാരെ നേരിട്ടത് BJP പ്രവർത്തകരുടെ ഗുണ്ടാ സംഘമാണ്. പോലീസിനെ അവർ വളഞ്ഞു, പോലീസിനെ അവർ ആക്രമിച്ചു. ആക്രമണത്തിൽ വട്ടിയൂർക്കാവ് CA വിപിൻ, SI അഭിജിത്ത് എന്നിവർക്ക് ഗുരുതരമായ പരിക്കേറ്റു. സുഗതനും ചേട്ടനും ചേർന്നാണ് കേട്ടോ പോലീസുകാരെ തള്ളി താഴെയിട്ടു ക്രൂരമായി മർദ്ദിച്ചത്. ഒടുവിൽ ജീവൻ രക്ഷിക്കാനും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുവാനുമായി CAക്ക് ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ടി വന്നു. വെടിയൊച്ച കെട്ടതോടെയാണ് കേട്ടോ BJP ഗുണ്ടകൾ 4 വാടയ്ക്കും ചിതറി ഓടിയത്. അതുകൊണ്ട് ഇന്നലെ ആകാശത്ത് വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ സുഗതൻ സെൻട്രൽ ജയിലിലാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് കാപ്പ നിയമപ്രകാരം ഒരു കൗൺസിലർ ജയിലിൽ പോകുന്നത്. എന്നിട്ടും BJP നേതൃത്വവും തിരുവനന്തപുരം മേയറുമൊക്കെ പോലീസിന് ക്രിമിനൽ മൈൻഡ് ആണെന്ന് പറഞ്ഞ് ഈ ഗുണ്ടയെ ന്യായീകരിക്കാൻ നോക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന BJP എങ്ങനെയാണ് സാധാരണക്കാരെ പിഴിയുന്നതെന്ന് നമുക്ക് നന്നായി അറിയാം. അതിനൊപ്പമാണ് കേട്ടോ അവരുടെ ഈ ക്രിമിനൽ സ്വഭാവവും. ഒരു കോർപ്പറേഷനും 3 MLA-മാരും ഉണ്ടായിട്ട് ഇതെങ്കിൽ കേരളം കിട്ടിയാലുള്ള അവസ്ഥ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. ഓർത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ നല്ലത് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഇത്രയും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പരമചെറ്റനെയാണ് വിജയിപ്പിച്ച് BJPയുടെ കൗൺസിലറായിട്ട് ഇവൻ വിലസിയത്. ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മേയർ അടക്കം BJPയുടെ സകലമാന കൊണാണ്ടർമാരും ഇപ്പോ പോലീസിനെതിരെ വെല്ലുവിളി നടത്തിക്കൊണ്ടും കൊലവിളി മുദ്രാവാക്യങ്ങൾ നടത്തിക്കൊണ്ടും പല സ്ഥലത്തും പ്രകടനം നടത്തുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, വടക്കേ ഇന്ത്യയിലെ BJP എന്താണോ അതേ മനസ്സ് തന്നെയാണ് കേരളത്തിലുള്ള BJPക്കും. കേരളത്തിലുള്ള സംഘപരിവാറിനും 3 സീറ്റ് പിടിച്ചപ്പോൾ ഇതാണ് എങ്കിൽ ഇനി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവന്മാരാണ് കേരളം പിടിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ഒരവസ്ഥ എന്താകുമെന്നുള്ളത് നോർമൽ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ ഓരോ മനുഷ്യർക്കും മനസ്സിലാകും. എന്തായാലും ഇതുപോലുള്ള ഒരുപാട് ക്രിമിനലുകൾ വാഴുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ന് BJP മാറിയിരിക്കുന്നു. മുൻ പോലീസ് മേധാവിയായിരുന്ന നമ്മുടെ ചേച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഇത് പോലീസിന്റെ നരനായിട്ടാണ്, പോലീസിന്റെ ഗുണ്ടായുസമാണെന്ന്. എവരും കുറെ നാൾ പോലീസിൽ ഇരുന്നയാണ്, ഇപ്പോഴും പെൻഷൻ വാങ്ങി നക്കിയിട്ടാണ് ഈ പോലീസുകാരെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാം. നമ്മൾ അടുത്തൊരു വീഡിയോ കാണും. അതുവരെയ്ക്ക് എല്ലാവർക്കും